അമേരിക്കയുടെ ചതി ഇതാ വെളിച്ചത്ത് വന്നിരിക്കുന്നു. ഇതിനായിരുന്നു ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്. എല്ലാ കാലത്തും എല്ലാവരെയും മണ്ടനാക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കുക. സമാധാനം പുനഃസ്ഥാപിച്ച് ഗാസ സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. ഉറ്റ ചങ്ങാതിയായ ഇസ്രയേലിന്റെ സുരക്ഷയും ഹമാസിന്റെ പതനവും മാത്രമല്ല ട്രംപിന്റെ ലക്ഷ്യം, മറ്റു ചിലതുകൂടിയുണ്ട്. ട്രംപ് വന്നാൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞവരൊക്കെ കേട്ടോളൂ. ഗാസയെ ഉടച്ചതും ഇപ്പോൾ വാർക്കാൻ ശ്രമിക്കുന്നതും അമേരിക്ക എന്ന വലിയ രാജ്യം തന്നെയാണ്. എന്തായാലും ട്രംപിന്റെ ബുദ്ധി കൊള്ളാം. നിങ്ങൾ ഇതിനു മറുപടി പറയേണ്ടി വരും. അറബ് രാജ്യങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. എന്താണ് വിഷയം? നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിനെ വിലയിരുത്താം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം എന്തായാലും അറബ് ലോകത്തെയും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളെയും വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടിയത് ഇതിനായിരുന്നോ എന്നാണ് ഇപ്പോൾ നേരിടുന്ന വലിയ വിമർശനം. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം എന്ന ടാഗ് ലൈനോട് കൂടി നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാറിന് ദിവസങ്ങൾക്കു ശേഷം അമേരിക്ക ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ലോകം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ലോകത്തെ ഞെട്ടിച്ച അമേരിക്കയുടെ ആ തീരുമാനം മറ്റൊന്നുമല്ല, ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുന്നു എന്നത് തന്നെയാണ്. US വിൽ ടേക്ക് ഓവർ ഗാസ സ്ട്രിപ്പ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ട്. അതിനു തടസ്സം നിൽക്കുന്നവരെ അമേരിക്കയുടെ സൈനിക ശേഷി ഉപയോഗിച്ച് പോലും തടയാൻ ട്രംപിന് നിഷ്പ്രയാസം സാധ്യവുമാണ്. നമുക്കറിയാവുന്നതാണ്, ഗാസ ഇന്നും യുദ്ധങ്ങളുടെ സംഘർഷങ്ങളുടെ വിളനിലമാണ്. വർഷങ്ങളായി ഗാസ മുനമ്പ് അധികാരത്തിന്റെ തർക്കത്തിന്റെ ക്രൂരമായ അമ്പേറ്റ് പിടയുന്ന ഭൂമികയാണ്. ആ ഭൂമി അമേരിക്കയ്ക്ക് വേണമെന്ന് അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് മാത്രം പരിഗണന നൽകുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ആർക്കാണ് അതിനെതിരെ ശബ്ദമുയർത്താൻ കഴിയുക? യുദ്ധം അവശേഷിപ്പിച്ച തകർന്ന കെട്ടിടങ്ങളും യുദ്ധത്തിൽ നഷ്ടപ്പെട്ട നിരവധി മനുഷ്യരുടെ ജഡങ്ങളും മാത്രമാണ് ഗാസ സ്ട്രിപ്പിൽ ഇനി ബാക്കിയുള്ളത്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും മിഠായി പൊതികളെപ്പോലെ മണ്ണിനടിയിലേക്ക് അടക്കം ചെയ്ത നിരവധി ബാല്യങ്ങളെ ഓർക്കാതെ ഗാസയെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് പറയുക? ഗാസയിൽ ഇനിയും ജനങ്ങളുണ്ട്, യുദ്ധത്തെ അതിജീവിച്ചവർ. പക്ഷേ അവർക്കിനി സ്വന്തം മണ്ണിനോട് എന്നേക്കുമായി വിട പറയേണ്ടി വരുമെന്ന കാര്യത്തിലേക്കാണ് അമേരിക്കയുടെ തീരുമാനം ചെന്നെത്തുന്നത്. അതായത് ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും തൊട്ടടുത്ത മറ്റ് രാജ്യങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിച്ച് ഗാസയെ സ്വന്തമാക്കാനാണ് അമേരിക്ക ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇത്രയും മനുഷ്യരുടെ ശവത്തിനു മേലെ നിന്നുകൊണ്ടാണ് അമേരിക്ക പുതിയ ഗാസയെ പണിയാൻ ശ്രമിക്കുന്നത് എന്നത് ഓർക്കണം. ഗാസ ഏറ്റെടുത്ത് നിലവിലെ ഗാസയുടെ മുഖം മാറ്റി പുതിയ ഗാസയെ രൂപപ്പെടുത്താനാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കയുടെ ഈ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അമേരിക്ക എന്നു നിൽക്കുന്നത് ഇസ്രയേലിനോടൊപ്പമാണല്ലോ. അമേരിക്ക ഇസ്രയേലിന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരമൊരു പ്രഖ്യാപനമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. അതിനിടയിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നത് അറബ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ജിഫിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ട്രംപ് ശരിക്കും ഒരു വെയിറ്ററായി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഈ ജിഫ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അമേരിക്കയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശനം നടത്തിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കാര്യത്തിന്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു രാജ്യതലവന് കസേര നൽകുന്ന ഒരു ചിത്രം ലോകം കാണുന്നത്. ഇതിൽ എത്ര സൂക്ഷ്മതയോടെയാണ് ട്രംപ് കാര്യങ്ങൾ ചെയ്യുന്നത്? ശരിക്കും ട്രംപ് ഇസ്രയേലിന്റെ അടിമയാണ് എന്ന തരത്തിലാണ് കമന്റ്സ് എത്തുന്നത്. നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതോടെ ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ചില ചലനങ്ങൾ സംഭവിക്കും എന്നത്. ട്രംപിന്റെ രണ്ടാം വരവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പശ്ചിമേഷ്യയെ പ്രകമ്പനം കൊള്ളിച്ച യുദ്ധത്തിന് ഒരു സമാധാനം സംഭവിക്കുമെന്നും വെടിനിർത്തൽ കരാർ കൊണ്ടുവരുമെന്നും ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുമെന്നുമൊക്കെ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വരുന്നത്. വെടിനിർത്തൽ കരാർ കൊണ്ടുവന്ന് ഫലസ്തീൻ ജനതയെ സമാധാനിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് എന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റി. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. എന്തായാലും അധികാരം ഏറ്റെടുത്തതിനു ശേഷം പ്രമുഖരായ ലോക നേതാക്കളെ കാണാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി 4-ാം തീയതി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്തിയത്. 7-ാം തീയതി ജപ്പാൻ പ്രൈം മിനിസ്റ്ററെയും ഫെബ്രുവരി 11-ാം തീയതി ജോർദാനിലെ രാജാവിനെയും 13-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണാനാണ് ട്രംപിന്റെ തീരുമാനം.
ലോക നേതാക്കളെ എല്ലാം കണ്ട് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് ട്രംപ് ഇപ്പോൾ മുതിരുന്നത്. എന്തായാലും ട്രംപിനോടുള്ള സൗഹൃദവും അമേരിക്കയോടുള്ള വലിയ ബന്ധവും കണക്കാക്കിക്കൊണ്ട് ഇസ്രയേൽ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ എത്തിയപ്പോഴുണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നതെന്നത് ശ്രദ്ധേയമാണ്. ഈ ജിഫിൽ നിലനിൽക്കുന്ന ഇസ്രയേലിന്റെ ആധിപത്യമാണ് അറബികൾക്ക് ഇതിനോട് തോന്നിയ വലിയ വൈമുഖ്യത്തിന് കാരണം. US വിൽ ടേക്ക് ഓവർ ഗാസ എന്നാണ് ഇതിനു പിന്നാലെ ട്രംപ് തന്റെ എക്സിൽ കുറിക്കുന്നത്. ഗാസ സ്ട്രിപ്പിനെ പുനരുദ്ധാരണം ചെയ്ത് പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ അത് ഫലസ്തീനികൾക്ക് വിട്ടു നൽകി നന്ദി സ്വീകരിച്ച് തിരിച്ചു പോകാനല്ല എന്ന് മാത്രം. ഗാസയിലേക്ക് ഇനി ഫലസ്തീനിയൻ ജനതയ്ക്ക് പ്രവേശനമുണ്ടാകുമോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഉത്തരം ഒറ്റ വാക്കിൽ ഇല്ല എന്ന് തന്നെയാണ് എന്നാണ് ആഗോള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗാസ സ്ട്രിപ്പ് ഇന്നൊരു ശവപ്പറമ്പാണ് എന്ന് അറിയാമല്ലോ. അതിജീവിക്കുന്നവർക്ക് പോലും യുദ്ധത്തിന്റെ മണം ശരീരത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ശരീരത്തിൽ നിന്ന് മാത്രമല്ല, അവരുടെ മനസ്സും മരവിച്ചു കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെ ഭൂരിഭാഗം പേരും. ഇനി അവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം ഏറ്റുവാങ്ങിയ ഭൂമി പോലും ഇല്ലാതായി മറ്റു രാജ്യത്തേക്ക് നാടുകടത്തേണ്ട ജനതയാകുന്നു എന്ന പ്രത്യേകതയും ഇതാ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഗാസയിലെ ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ? എന്തായാലും ഗാസയിലെ ജനങ്ങളെ അവിടെ തന്നെ നിലനിർത്താൻ അമേരിക്കയ്ക്ക് പദ്ധതിയില്ല. കാരണം ഗാസയിൽ ഇനിയും ജനങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അടങ്ങി നിൽക്കുന്ന ഹമാസ് വീണ്ടും വളരുമെന്നും ഇസ്രയേലിനെതിരെ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുമെന്നും അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഹമാസിന്റെ ശക്തി ക്ഷയിക്കണമെങ്കിൽ ജനത അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടണം. ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിലെ ഏക പോംവഴി ഇത് മാത്രമാണ്. ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുക എന്നത് ഇവിടെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. ഗാസ സ്ട്രിപ്പിനെ അമേരിക്ക ഏറ്റെടുക്കുന്നതോടുകൂടി ഇസ്രയേലിന് തലവേദന ഇല്ലാതായി എന്നത് സത്യമാണ്. ഇതൊരു അമേരിക്കൻ പ്രസിഡന്റിന്റെ നയതന്ത്രം മാത്രമല്ല, പയറ്റിത്തെളിഞ്ഞ അമേരിക്കൻ ബിസിനസ്സുകാരന്റെ തന്ത്രമാണ് ഇതിലൂടെ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്ത്യ, ഇസ്രയേൽ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഐമക് കോറിഡോറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയുടെ ഈ തീരുമാനത്തോടെ സാധിക്കും. ഇത്രനാളും പ്രശ്നങ്ങളാൽ, സംഘർഷങ്ങളാൽ വീർപ്പുമുട്ടിയ ഗാസ സ്ട്രിപ്പ് അമേരിക്കയുടേത് മാത്രമാകുമ്പോൾ കോസ്റ്റൽ ഫ്രണ്ടായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്നത് തീർച്ചയാണ്. ഇത് ആഗോള ബിസിനസ്സിന് വലിയ സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് അമേരിക്ക നടപ്പിലാക്കുക എന്നത് വലിയ സംശയമാണ്. കാരണം ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ ഇംപ്ലിമെന്റേഷൻ എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ജനങ്ങളെ നാട് കടത്തണം, അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തണം, സൗഹൃദ അറബ് രാഷ്ട്രങ്ങളോട് പോലും മറുപടി പറയണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ഇനി ബാക്കി നിൽക്കുന്നു. പക്ഷേ ലോകത്ത് അസാധ്യമെന്നു പറഞ്ഞ് പലതും നടപ്പിലാക്കി ശീലിച്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതും നടപ്പിലാക്കാവുന്നത് മാത്രമാണ്. എന്തായാലും അമേരിക്കയുടെ ഈ തീരുമാനത്തോടെ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരാകുമെന്ന കാര്യത്തിൽ തീർച്ച വന്നിരിക്കുന്നു. ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയാനുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ഇത്രയും പ്രബലരായ അമേരിക്ക ഇങ്ങനെ ഒരു തീരുമാനം ഏറ്റെടുക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്കും ഇതൊരു പ്രചോദനമാകുകയാണ്. ബലഹീനരായ ഒരു ജനതയുടെ പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങാൻ സാധിക്കുമെന്ന് ലോകത്തോട് അമേരിക്ക നടത്തുന്ന പ്രഖ്യാപനം കൂടിയാണ് ഇത്. അവിടെ വംശഹത്യയും മനുഷ്യാവകാശ ലംഘനങ്ങളും ചോദ്യം ചെയ്യാത്ത, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരു ലോകം കൂടി സൃഷ്ടിക്കപ്പെടും. എന്തായാലും അമേരിക്കയുടെ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഉടൻ തന്നെ കമന്റ് ചെയ്യുക. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.